CBS വേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മഴക്കാല പൂർവ്വ ശുചീകരണം എങ്ങനെ നമ്മുടെ തോട്ടങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാം, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ പ്രധാനമായും കാണിക്കുന്നത് നമ്മുടെ വാഴത്തോട്ടം തന്നെയാണ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചെടികളുടെ ചുറ്റുവട്ടം ശുചീകരിക്കുക എന്നുള്ളതാണ്. ഇവിടെ വാഴയുടെ അനാവശ്യമായ പൊളിഞ്ഞു നിൽക്കുന്ന പോളകളും അതിൻ്റെ എക്സ്ട്രാ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളും അതുപോലെ നിലത്ത് വീണിരിക്കുന്ന ഉണങ്ങിയ ആ ഇലകളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. അത് കംപ്ലീറ്റ് എടുത്ത ശേഷം അതിനെ നമ്മൾ ചെടിയിൽ നിന്ന് മാറ്റി കൂട്ടിക്കൂട്ടി ഇടുകയാണ്. അതുപോലെ തന്നെ ഈ കായ്കൾ വിരിഞ്ഞ് കടുംപച്ച നിറത്തിലാവുന്നത് വരെയും ആ കായ്കൾ മൊത്തമായിട്ട് മുകളിലേക്ക് മടങ്ങുന്നവരെയും നമ്മൾ വെയിറ്റ് ചെയ്യണം. അതുപോലെ ഈ കുടപ്പന് ഏകദേശം 1.5 കിലോ ഭാരമുണ്ട്. ഇത് നമ്മുടെ പടവലത്തിൽ കല്ല് കിട്ടുന്ന എഫക്റ്റ് വാഴയ്ക്ക് കൊടുക്കുകയും ആ കൊല പരമാവധി നീണ്ടു വരികയും ചെയ്യുന്നുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ നല്ല ഷാർപ്പായ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് ആ കുടപ്പന റിമൂവ് ചെയ്യാവുന്നതാണ്. അടുത്ത നടപടി ഇവിടെ കൂട്ടിയിരിക്കുന്ന ഈ വേസ്റ്റ് കംപ്ലീറ്റ് നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിവിടെ കൂടിക്കിടന്നാൽ അടുത്ത മഴയാകുമ്പോൾ ചെയ്യാൻ തുടങ്ങും. അതിനോടൊപ്പം തന്നെ ഒരുപാട് വൈറസുകൾ, ഫംഗസുകൾ, ബാക്ടീരിയകൾ പ്രൊഡ്യൂസാവും. അതോടൊപ്പം തന്നെ കൊതുകുകൾ ഉൾപ്പെടെയുള്ള മറ്റു കുറേ ക്രിമികീടങ്ങൾ വരികയും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു. കർഷകനെ സംബന്ധിച്ച് ഓർഗാനിക്കായ ഒരു വസ്തുവും വേസ്റ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് റിമൂവ് ചെയ്യുന്ന ഈ വസ്തുക്കൾ നമ്മൾ പഴയ കുളത്തിൽ കൊണ്ട് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഓർഗാനിക് വസ്തുക്കൾ ഡീകമ്പോസ് ചെയ്ത് കമ്പോസ്റ്റ് ആക്കുന്ന നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. വീണ്ടും നമ്മൾ ചെയ്യുന്നത് ചെമ്മരിയാടുകൾ ഇവിടെ മേയിക്കാൻ വേണ്ടി വിടുക എന്നുള്ളതാണ്. അവർ പരമാവധി പുല്ല് തിന്നുകയും അതുപോലെ അവരുടെ കാഷ്ടവും മൂത്രവും നമുക്ക് വളമായി കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഈ ആടിനെ കൂടാതെ നമ്മുടെ സ്വന്തം നന്ദൂട്ടനും നന്ദിനിക്കുട്ടിയും അതുകൂടാതെ നമ്മുടെ പട്ടിക്കുട്ടന്മാരെല്ലാം അവർക്കാവുന്ന വിധം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഒരുപാട് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, തൊട്ട് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എന്തുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. താങ്ക്